പാകിസ്ഥാന് തിരിച്ചടി നൽകാൻ സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സേനാ മേധാവിമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് പ്രധാനമന്ത്രിയുടെ ഈ തീരുമാനം. തിരിച്ചടി ആർക്കെതിരെ എപ്പോൾ എങ്ങനെ വേണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് സേനകൾക്ക് പ്രധാനമന്ത്രി നൽകിയത്. വൈകിട്ട് 6 മണിയോടെയാണ് പ്രതിരോധ മന്ത്രിയും സംയുക്ത സേനാ മേധാവിയുടെ നേതൃത്വത്തിൽ കര, വ്യോമ, നാവികസേനാ മേധാവിമാർ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് എത്തിയത്. 1 മണിക്കൂറോളം കൂടിക്കാഴ്ച. തിരിച്ചടി നിശ്ചയമെന്ന് നരേന്ദ്രമോദി സേനാ മേധാവിമാരോട് പറഞ്ഞു. അതെപ്പോൾ, എവിടെ, എങ്ങനെ വേണമെന്ന് സൈന്യത്തിന് തീരുമാനിക്കാം. സൈന്യത്തിന്റെ മികവിൽ പൂർണ്ണ തൃപ്തിയെന്നും മോദി അറിയിച്ചു. അതിർത്തിയിൽ പാകിസ്ഥാൻ തുടർന്ന പ്രകോപനവും ഇന്ത്യൻ സേന നടത്തിയ തയ്യാറെടുപ്പും സേനാ മേധാവിമാർ പ്രധാനമന്ത്രിയെ ബോധ്യപ്പെടുത്തി. യോഗത്തിന് പിന്നാലെ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് ആഭ്യന്തരമന്ത്രി അമിത്ഷായും എത്തി. RSS തലവൻ മോഹൻ ഭാഗവതും പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. രാവിലെ മുതൽ തിരക്കിട്ട ചർച്ചകൾ ഡൽഹിയിൽ നടക്കുന്നുണ്ട്. ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ സേനാ മേധാവിമാരും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും യോഗം ചേർന്നു. നാളെ 11 മണിക്ക് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ വീണ്ടും ദേശസുരക്ഷയുമായി ബന്ധപ്പെട്ട കേന്ദ്ര മന്ത്രിസഭാ യോഗം ചേരും. പെഹൽഗാം ആക്രമണത്തിന് ശേഷമുള്ള രണ്ടാമത്തെ യോഗമാണിത്. ശേഷം രാഷ്ട്രീയകാര്യ, സാമ്പത്തികകാര്യ മന്ത്രിസഭാ യോഗങ്ങളും ചേരും. പാകിസ്ഥാനെതിരായ അടുത്ത നടപടികളെക്കുറിച്ച് കേന്ദ്ര സർക്കാർ വാർത്താ സമ്മേളനത്തിൽ നാളെ വിശദീകരിച്ചേക്കും. ജമ്മു കാശ്മീരിലെ കുപ്വാരയിലും ബാരാമുള്ളയിലും രാജ്യാന്തര അതിർത്തിയോട് ചേർന്നുള്ള അഗ്നൂരിലും പാക് പോസ്റ്റുകളിൽ നിന്ന് ഇന്നും വെടിവെപ്പുണ്ടായി. ഇന്ത്യൻ സൈന്യം ശക്തമായി തിരിച്ചടിച്ചു. രാജ്യത്തെ വെബ്സൈറ്റുകൾക്ക് നേരെ പാകിസ്ഥാൻ ഹാക്കർമാർ ഇന്നും ഹാക്കിംഗ് ശ്രമം നടത്തി. പ്രകോപനം തുടരുന്ന പാകിസ്ഥാനെതിരെ ഇന്ത്യ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. പാകിസ്ഥാൻ വിമാനങ്ങൾക്ക് ഇന്ത്യൻ വ്യോമ മേഖലയിലേക്ക് അനുമതി നിഷേധിക്കും. ഇന്ത്യൻ തുറമുഖങ്ങളിൽ പാക് കപ്പലുകൾക്ക് നിരോധനവും ഏർപ്പെടുത്തിയേക്കും. അതിർത്തി കടന്നെന്ന് ആരോപിച്ച് പാകിസ്ഥാൻ കസ്റ്റഡിയിലെടുത്ത BSF ജവാനെ 6 ദിവസം പിന്നിട്ടിട്ടും വിട്ടു നൽകിയിട്ടില്ല. പാകിസ്ഥാന് തിരിച്ചടി നൽകാനുള്ള പദ്ധതിയിൽ പാളിച്ചകളൊന്നുമില്ലെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ വസതിയിൽ സേനാ മേധാവിമാർ യോഗം ചേർന്നത്. ഡൽഹിയിലെ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24.